നമ്മൾ സമുദ്രത്തിൽ നിന്നൊരു തുള്ളി വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ തുള്ളിയിൽ അത്ര സമുദ്രം തന്നെയുണ്ട് എന്ന് പറയുന്നത് പോലെ പള്ളിക്കാവിലേക്ക് പോയിട്ടുള്ള അതേ ഭാവമാണ് എപ്പോഴും അമ്മയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ കിട്ടാറുള്ളത്. തിരൂർ ദിനേശേട്ടൻ നമ്മളൊരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കിയില്ലാത്തൊരു മനുഷ്യനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആളുകളുടെ മഹത്വം വേണ്ടതുപോലെ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. കോൺറാഡ് എൽസ്റ്റർ എന്ന് പറയുന്ന ഒരു ബെൽജിയൻ എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ചരിത്രകാരനാണ്, ഇൻഡോളജിസ്റ്റാണ്, എഴുത്തുകാരനാണ്, വളരെ പ്രസിദ്ധനായിട്ടുള്ള ഭാരതത്തെ പറ്റി നന്നായി പഠിച്ചിട്ടുള്ള ബെൽജിയൻകാരനാണ്. അദ്ദേഹം കേരളത്തിന്റെ സീതാറാം ഗോയൽ എന്ന് വിശേഷിപ്പിച്ച ആളാണ് ശ്രീ തിരൂർ ദിനേശ്. സീതാറാം ഗോയലാണ് ഇന്ത്യയിൽ തകർക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളെ പറ്റി ഡെമോളിഷ് ടെമ്പിൾസ് എന്ന പേരിൽ 11ാം നൂറ്റാണ്ട് മുതൽ 20ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ നിരവധി ഘട്ടങ്ങളിലായിട്ട് പലവിധ അധിനിവേശങ്ങളിൽ തകർക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ പേരുകളെല്ലാം ഡോക്യുമെന്റ് ചെയ്തുകൊണ്ട് പുസ്തകം ഇറക്കുന്ന ശ്രീ സീതാറാം ഗോയലാണ്. ഇന്ത്യയിലെ ഹിന്ദുത്വ മുന്നേറ്റത്തിന്റെ പ്രധാന ബുദ്ധികേന്ദ്രമായിട്ട് അതിന്റെ ഒരു പ്രേരകനായിട്ടൊക്കെ നമ്മൾ ആരാധിക്കുന്ന ആളാണ് സീതാറാം ഗോയൽ. എന്നാൽ സീതാറാം ഗോയലിന്റെ പുസ്തകത്തിൽ കേരളത്തിൽ തകർക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളെ പറ്റി അതിൽ കാര്യമായിട്ടുള്ള പരാമർശങ്ങളൊന്നുമില്ല. വടക്കേ ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ട് പരാമർശിക്കുന്നത്. അപ്പോൾ കേരളം എന്ന് പറയുന്ന ദിവ്യദേശത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അറിവ് അത് നമ്മുടെ ചരിത്രത്തിന്റെ ഒരു വിട്ടുപോയ ഭാഗമായിരുന്നു. ആ ഭാഗം പൂരിപ്പിക്കുന്നത് ശ്രീ തിരൂർ ദിനേശ് കേരളത്തിലെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന പേരിൽ പുസ്തകം എഴുതുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്ര രചനയിൽ വന്നിട്ടൊരു വിടവ് മലയാളത്തിൽ നിന്ന് തന്നെ നികത്തപ്പെടുന്ന ഒരു അസുലഭമായിട്ടുള്ള ഒരു അവസരമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ സീതാറാം ഗോയൽ എന്ന് ശ്രീ കോൺറാഡ് എൽസ്റ്റർ വിശേഷിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിനേശേട്ടൻ നമുക്കിടയിൽ എപ്പോഴും കാണുന്ന ഒരാളാണ്. സ്ഥിരമായിട്ട് നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ആ ഒരു മഹത്വം മനസ്സിലായിട്ടില്ല തോന്നിയിട്ടില്ല. ദിനേശേട്ടൻ സ്വയം ഞാൻ വക്കീലും അദ്ദേഹം ഗുമസ്തനുമാണ്, അദ്ദേഹം 10ാം ക്ലാസ്സിൽ പരാജയപ്പെട്ട ആളാണെന്നൊക്കെ വളരെ വിനയപൂർവ്വം വളരെ എളിമയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷെ നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാതിരുന്ന കാലഘട്ടത്തിൽ ഈ ആഘാതത്തിൽ അല്ലെങ്കിൽ ഇത്രയും തീവ്രതയോടുകൂടി ഇത്രയും ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കാതിരുന്ന കാലത്ത് തന്നെ അതെല്ലാം നമുക്കായി വളരെ മുന്നേ ചർച്ച ചെയ്ത് വെച്ചിട്ടുള്ള, എന്നെ പോലെയുള്ള ആളുകൾക്ക് പിന്നീട് വരുമ്പോൾ പറയാൻ വേണ്ട പോയിന്റുകളെല്ലാം നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു മുൻഗാമിയാണ് യഥാർത്ഥത്തിൽ ദിനേശേട്ടൻ. ഞാൻ അദ്ദേഹത്തെ ഗുമസ്തനും ഞാൻ വക്കീലെന്നുള്ള നിലയിലല്ല, ഞാൻ നടക്കേണ്ട വഴിയിൽ എനിക്ക് വളരെ മുന്നേ നടക്കുന്ന ഒരു മുൻഗാമിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ ഒരാൾക്കൊപ്പം ഒരു വേദി പങ്കിടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. മലബാർ ലഹളയുടെ മാപ്പിള ലഹളയുടെ യഥാർത്ഥ ചരിത്രത്തെ പറ്റി ദിനേശേട്ടൻ എഴുതുന്നത് 2021 വാര്യംകുന്നൻ എന്ന് പറയുന്ന സിനിമ പ്രഖ്യാപിക്കുന്നതിന് ശേഷമല്ല, 1994 തിരൂർ ദിനേശേട്ടൻ എഴുതിയിട്ടുള്ള മാപ്പിള ലഹള സത്യവും വിദ്യയും എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ മാപ്പിള ലഹളയുടെ ചരിത്രം എന്ന് മനസ്സിലാക്കിയത്. കേരളത്തിലെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെ പറ്റി ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മാഘമഠത്തിന്റെ ചരിത്രം, മാമാങ്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിൽ എന്തായിരുന്നു? ഇത്രയും വലിയൊരു വിശേഷപ്പെട്ടിട്ടുള്ള ഒരു ഉത്സവം, മാഘത്തിലെ മഠം, ഭാരതത്തിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് സമാനമായിട്ടുള്ള മലയാളിയുടെ കുംഭമേള, ആ വിശേഷമായിട്ടുള്ള ഉത്സവത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ വെട്ടിക്കീറി ചത്തിരുന്ന ചാവേറുകളുടെ ഉത്സവം, ജനങ്ങളെ കുഴിച്ചിട്ടിരുന്ന മണിക്കിണർ, ആ എന്താണ് ചാവേറുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലപാട് തറയിൽ നിന്ന് വാഴ നിൽക്കുന്ന ഒരു സാമൂഹിക എന്നുള്ള മട്ടിൽ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു സംഘർഷത്തിന്റെ ചരിത്രമായി മാത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ മാഘമകം എന്ന് പറയാൻ തിരൂർ ദിനേശേട്ടനെ പോലെ ഒരാളുടെ തപസ്, അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള സബര്യ, അദ്ദേഹത്തിന്റെ അന്വേഷണം, അദ്ദേഹത്തിന്റെ സമർപ്പണം വേണ്ടി വന്നു എന്നുള്ളത്. അതായത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം അതായിരുന്നു. ഇത്രയും വിശേഷമായിട്ട് അങ്ങനെ ആൾക്കാർ ജീവൻ കൊടുത്തിട്ട് പോലും ആ നിലപാട് തറയിലേക്ക് ഒന്ന് എത്തി നിൽക്കാൻ ഈ മാമാങ്കക്കാലത്ത് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിന് മാത്രം എന്ത് വിശേഷമാണ് ഈ മാമാങ്കത്തിന് ഉണ്ടായിരുന്നത്? 12 വർഷത്തിലൊരിക്കൽ കേരളത്തിന്റെ രക്ഷാപുരുഷനെ അവരോധിക്കുന്ന ചടങ്ങാണ് മാമാങ്കം എന്ന് എടുത്താൽ പോലും എന്തുകൊണ്ട് കേരളത്തിന്റെ രക്ഷാപുരുഷനെ അവരോധിക്കാൻ ആ ദിവസം തിരഞ്ഞെടുത്തു എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ആരും ചോദിക്കാൻ മറന്നുപോയൊരു ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിന്റെ ഉത്തരം തേടിയിട്ടുള്ള യാത്രയിലാണ് ഒരു പക്ഷേ എന്തായിരുന്നു മാമാങ്കം എന്ന ഉത്തരം അദ്ദേഹം കണ്ടെടുക്കുന്നത്. നമുക്കറിയാം ഈ രാജ്യം ഇന്ന് ഏറ്റവും ധന്യമായിട്ടൊരു മുഹൂർത്തത്തിൽ നിൽക്കുന്ന സമയമാണ്. കാരണം ഇത് കുംഭമേള നടക്കുന്ന സമയമാണ്. നമ്മളെല്ലാവരും ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് കുംഭമേളയിൽ പോകണമെന്ന്. ഞാൻ ഈ 17-ാം തീയതി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ 17-ാം തീയതി പോയിട്ട് 21-ാം തീയതി മടങ്ങി വരും. 18-ാം തീയതി അവിടെ സ്നാനത്തിന് വേണ്ടി ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ കുംഭമേളയ്ക്ക് വലിയ വിശേഷമുണ്ട്. കാരണം കുംഭമേള 3 തരത്തിലാണ് നടക്കാറ്. 6 കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന അർദ്ധകുംഭമൊന്നും 12 കൊല്ലത്തിലൊരിക്കൽ നടക്കുന്നതിനെ പൂർണ്ണകുംഭം എന്നും പറയും. അങ്ങനെ 12 പൂർണ്ണകുംഭങ്ങൾ കൂടുമ്പോഴാണ് ഒരു മഹാകുംഭം ഉണ്ടാവുന്നത്. 144 വർഷത്തിലൊരിക്കലാണ് ഒരു മഹാകുംഭം സംഭവിക്കുന്നത്. അങ്ങനത്തെ മഹാകുംഭമേളയാണ് ഇത്തവണ നടക്കുന്നത്. അതായത് ഇനിയൊരു മഹാകുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നിവർത്തിയില്ല. അടുത്ത വട്ടത്തിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും തന്നെ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. നമുക്ക് കഴിഞ്ഞ മഹാകുംഭമേള നടക്കുമ്പോൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. നമ്മൾ ഈ കാണുന്ന രാഷ്ട്രീയ പാർട്ടികളോ ഈ പറയുന്ന ഭരണാധിപന്മാരൊന്നുമില്ല. അടുത്ത കുംഭമേള നടക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ പറയുന്ന വ്യവസ്ഥകളോ സമ്പ്രദായങ്ങളോ ഒക്കെ ഇവിടെ അവശേഷിക്കുന്നുണ്ടോ നമുക്കറിയില്ല.
പക്ഷെ ഈ രാജ്യത്തിന്റെ ഭാഗതയത്തെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം എല്ലാ കാലത്തും ചെലുത്തിയിട്ടുള്ള ഉത്സവമാണിത്. 1850-കളിൽ നടന്നിട്ടുള്ള മഹാകുംഭമേളയിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സായുധമായിട്ടുള്ള സമരം നടത്താൻ സന്യാസി സമൂഹം തീരുമാനിക്കുന്നത്. അതിനെ തുടർന്നിട്ടാണ് സന്യാസി ലഹള ആരംഭിക്കുന്നത്. അതാണ് പിന്നീട് റിവോൾട്ട് ഓഫ് 1857 ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധമായിട്ട് മാറുന്നത്. 2005 ശേഷം നടത്തുന്ന മഹാകുംഭമേളയിലാണ് രാജ്യത്തെ ഭരണമാറ്റത്തിന് വേണ്ടി അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും മുങ്ങി നിൽക്കുന്ന ഈ രാജ്യത്ത് ഒരു ഭരണമാറ്റം ആവശ്യമാണ് എന്ന് സന്യാസി സമൂഹം തീരുമാനിക്കുന്നത്. അതിനുശേഷമാണ് 2014 നമ്മൾ ഇന്ന് കാണുന്ന മറ്റുള്ളൊരു പരിവർത്തനം സംഭവിച്ചു. രാജ്യത്തിന്റെ ഓരോ നിർണായകമായിട്ടുള്ള ദശാസന്ധിയിലും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ കുംഭമേളയുടെ ഭാഗമായി നടന്നിട്ടുണ്ട്. കുംഭമേളയുടെ വിശേഷം എന്താണ്? കുംഭമേളയുടെ വിശേഷം എന്ന് പറയുന്നത് ഈ മഹാനദികളിൽ അമൃതം തെളിയുന്ന സമയമാണ്. പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. പാലാഴി മഥനത്തിന്റെ സമയത്ത് അമൃത കുംഭം എടുക്കുന്നുണ്ടല്ലോ. ഇത് അസുരന്മാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി വിഷ്ണു മോഹിനി രൂപം എടുത്തുകൊണ്ട് അമൃതകുംഭം കൊണ്ട് ദേവന്മാർക്ക് കൊടുത്തു. ഇതിന്റെ പേരിൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഗംഭീരമായിട്ട് യുദ്ധം നടക്കുകയാണ് അമൃതിന് വേണ്ടിയിട്ട്. ഈ സമയത്ത് അമൃതകുംഭം സംരക്ഷിക്കാൻ വേണ്ടി ഗരുഡനെ ഏൽപ്പിച്ചതാണ്. അപ്പൊ ഗരുഡനെ അമൃതകുംഭവുമായിട്ട് വട്ടം ചുറ്റി പറക്കുന്ന സമയത്ത് 3 സ്ഥലങ്ങളിലായിട്ട് ഈ അമൃതകുംഭത്തിൽ നിന്ന് 6 തുള്ളികൾ വീണുപോയി. ഈ 12 കൊല്ലത്തിൽ ഒരിക്കൽ, അതായത് വ്യാഴത്തിന്റെ ഒരു വട്ടം തികയുന്ന സമയത്ത് ഈ നദികളിൽ ഈ അമൃതത്തിന്റെ സാന്നിധ്യം വീണ്ടും തെളിയും എന്നാണ്. അതായത് നാസിക്കിൽ, ഉജ്ജയിനിൽ, പ്രയാഗ്രാജിൽ, ഈ 3 സ്ഥലങ്ങളാണ്. അതിൽ പ്രയാഗ്രാജിലെ കുംഭത്തിന് പ്രത്യേക വിശേഷമുണ്ട്. കാരണം ഗംഗയും യമുനയും സരസ്വതിയും കൂടി സമ്മേളിക്കുകയാണ് അവിടെ. ഉജ്ജയിലാണെങ്കിൽ ക്ഷിപ്ര നദിയാണ്, നാസിക്കിലാണെങ്കിൽ ഗോദാവരി നദിയാണ്. പക്ഷെ പ്രയാഗിലെ കുംഭത്തില് ഗംഗയും യമുനയും സരസ്വതിയും സമ്മേളിക്കുന്ന സമയത്ത് അവിടെ അമൃതിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാകുന്നു എന്നതാണ്. അപ്പോൾ ആ വ്യാഴം ഒരു വട്ടം പൂർത്തീകരിക്കുന്ന സമയത്താണ്, ജൂപ്പിറ്ററിന്റെ ഒരു റെവല്യൂഷൻ പൂർത്തീകരിക്കുന്ന സമയത്താണ് കുംഭമേള ആഘോഷിക്കുന്നത്. കുംഭമേള വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഉത്സവമാണ്. മഹാഭാരതത്തിന്റെ വനപർവത്തിൽ പ്രായശ്ചിത്തത്തെ പറ്റി പറയുന്നത് കുംഭമേളയെ പറ്റി പറയുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളിൽ കുംഭമേളയെ പറ്റി പരാമർശമുണ്ട്. ഈ വ്യാഴം 12 കൊല്ലം കൊണ്ടാണ് ഒരു വട്ടം കറങ്ങുന്നത് എന്ന് നമ്മുടെ ആധുനിക സയൻസ് കണ്ടുപിടിക്കുന്നത് 1650-ലാണെന്ന് ആലോചിക്കണം. ഗലീലിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ടെലിസ്കോപ്പ് കൊണ്ടാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു ഗ്രഹം ആകാശത്ത് ഉണ്ട് എന്ന് നമ്മുടെ ഈ പറയുന്ന ആധുനിക ലോകം മനസ്സിലാക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ജൂപ്പിറ്ററിന്റെ റെവല്യൂഷൻ, അതായത് ആ ഭ്രമണത്തിന്റെ കാലഘട്ടം നിശ്ചയിക്കപ്പെടുന്നത്. 12 വർഷം കൊണ്ടാണ് ഒരു വട്ടം പൂർത്തിയാക്കുന്നത്. 1950-ക്ക് ശേഷം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോഴാണ് 1-ാം നൂറ്റാണ്ടിൽ ഈ വ്യാഴം ഒരു വട്ടം പൂർത്തീകരിക്കുന്ന സമയത്ത് ഹിമാലയത്തിലെ ഗുഹകളിൽ അജ്ഞാതവാസം നടത്തുന്ന സന്യാസിമാർ ഒരു കലണ്ടറും ഇല്ലാതെ, ഒരു ടൈം പീസും ഇല്ലാതെ ആ സമയം മനസ്സിലായി അവർ ഇറങ്ങി വന്നിട്ട് ആ ഗംഗാനദിയിൽ ആ വിശേഷാവസരത്തിൽ സ്നാനം നടത്തി മടങ്ങിപ്പോകുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു പദ്ധതി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ സമയത്താണ് കുംഭമേള എന്നുള്ള പ്രാധാന്യം ഉള്ളതെങ്കിൽ 12 വർഷത്തിലൊരിക്കൽ മാത്രമേ അത് വടക്കേ ഇന്ത്യയിൽ പോലും സംഭവിക്കുന്നുള്ളൂ എങ്കിൽ ഈ മഹാനദികളെല്ലാം എല്ലാ വർഷവും സമ്മേളിക്കുന്ന ഒരു വിശേഷം നമുക്ക് മലയാളികൾക്കുണ്ട്. ഈ ഭാരതപ്പുഴയാണ് ഇന്ത്യയിലാകെ ഒരു നദീ ഉത്സവം നടക്കുന്ന ഒരു സ്ഥലം, ഒരു നദി ആഘോഷിക്കപ്പെടുന്ന, ഒരു നദി പൂജിക്കപ്പെടുന്ന, നദിക്കായിട്ട് ഒരു ഉത്സവം. ഗംഗാനദിയെ നമ്മൾ സാക്ഷാൽ ദേവഗംഗ എന്നാണ് വിളിക്കുന്നത്. സാക്ഷാൽ പരമേശ്വരന്റെ പത്നിയാണ്, ശിവന്റെ തിരുജടയിൽ ഒളിഞ്ഞിരിക്കുകയാണ് ഗംഗാനദി എന്നാണ്. പക്ഷെ ഗംഗയ്ക്ക് വേണ്ടി നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഉത്സവമില്ല. യമുനാനദി വിശേഷപ്പെട്ട നദിയാണ്. ഗംഗേശ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് നമ്മൾ സപ്തനദികളെ പറ്റി പറയാറുണ്ട്. ഈ സപ്തനദികളിൽ ഒരു നദിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ട് ഉത്സാഹകാലമില്ല. ഒരു മാസം മുഴുവൻ നമ്മളൊരു നദിയെ പൂജിക്കുന്ന, നദിയുടെ ആ പ്രയാണത്തെ ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന ഒരു പ്രവണതയില്ല. പക്ഷെ ഭാരതപ്പുഴയ്ക്ക് അതുണ്ട്. ദിനേശേട്ടൻ പറഞ്ഞിട്ടുള്ള ചരിത്രം നിങ്ങൾക്ക് അറിയും, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അത് ബ്രഹ്മദേവന്റെ യാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ്. യഥാർത്ഥത്തിൽ കേരളം യഥാർത്ഥത്തിലൊരു ദേവഭൂമിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ടൂറിസത്തിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന വികലമായിട്ടുള്ള പരസ്യത്തിൽ പറയുന്ന പോലെയല്ല. അതിന്റെ യഥാർത്ഥ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ, കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങൾ പരിശോധിക്കുമ്പോൾ വേറെ ഏത് നാടുണ്ട്? പറയുമ്പോൾ ഭാരതം തന്നെ ഒരു ദേവനിർമ്മിതമായിട്ടുള്ള പുണ്യഭൂമിയാണെന്നാണ് പറയുന്നത് അല്ലെ. വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്, ഹിമാലയത്തിന് താഴെയായിട്ടും ഹിന്ദു മഹാസമുദ്രത്തിന് മേലെയായിട്ടും ദേവന്മാരാൽ സംരക്ഷിതമായി നിൽക്കുന്ന ആ ദിവ്യഭൂമിയായിട്ടുള്ള ഭാരതത്തിൽ ജനിക്കുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. എന്നാൽ ആ ഭാരതത്തിന്റെ ഭാഗമായിട്ട് സാക്ഷാൽ ഈശ്വരൻ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള കേരളത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള പരശുരാമൻ കടലിലേക്ക് മഴുവെറിഞ്ഞിട്ട് 64 തുഠം ഭൂമി എടുത്തു എന്നാണ് കേരളോൽപ്പത്തിയിൽ പറയുന്നത്. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ കേരളം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പിതൃകർമ്മത്തിന്റെ ഭാഗമായിട്ട് ബ്രാഹ്മണദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭൂമി ഉണ്ടാക്കി. അങ്ങനെ പരശുരാമൻ തന്നെ കേരളത്തിന്റെ താന്ത്രികമായിട്ടൊരു സമ്പ്രദായത്തെ ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ്.
നമ്മുടെ ഈ ഭാരതത്തിൽ ഈ സനാതന ധർമ്മത്തെ ഇന്നും ഈ കാണുന്ന മട്ടിൽ നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശക്തി സ്രോതസ്സായി വർദ്ധിച്ചിട്ടുള്ള എന്താണ് ഭഗവാൻ ഭാഷ്യകാരനായിട്ടുള്ള ആദിശങ്കരൻ, ശങ്കരാചാര്യ സ്വാമികൾ. ആ ശങ്കരാചാര്യ സ്വാമികളുടെ സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഈ കേരളത്തിൽ നിന്നാണ്. ഇന്നിപ്പോ ഭാരതത്തിന്റെ ബാക്കി എല്ലാ ദേശങ്ങളിലും കേരളത്തെ ശങ്കരന്റെ നാട് എന്നുള്ള രീതിയിലാണ് ആരാധിക്കുന്നതെങ്കിൽ, ബഹുമാനിക്കുന്നതെങ്കിൽ, നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ അവരൊക്കെ ശങ്കരന്റെ നാട്ടുകാരനാണെന്ന മട്ടിലാണ് മാനിക്കുന്നതെങ്കിൽ, ശങ്കരാചാര്യനെ വില വെക്കാത്ത ഒരേ നാട് ഇന്നിപ്പോ കേരളം മാത്രമാണ്. ശങ്കരാചാര്യ സ്വാമിക്ക് ഒരു പ്രതിമ പോലും വെക്കാൻ സാധിക്കാത്ത മട്ടിൽ ശങ്കര നിഷേധത്തെ വലിയൊരു ഫാഷനാക്കി മാറ്റിയിട്ടുള്ള ഒരു വളരെ വികലമായിട്ടുള്ള, ഒരു വളരെ വിപരീതമായിട്ടുള്ള ചിന്താ പദ്ധതി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആചാര്യസ്വാമികൾ പോലും ഉണ്ടാവുന്നത് അല്ലെ 8 വയസ്സിൽ കാലടിയിൽ നിന്ന് പെരിയാറിൽ മുതലയായിട്ട് വന്നിട്ടുള്ള മഹാവിഷ്ണുവിന്റെ വായിൽ നിന്ന് സംസാര ബന്ധനങ്ങളൊക്കെ മോചിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള പുറപ്പാട് 32 വയസ്സിൽ കേദാർനാഥിൽ സാക്ഷാൽ ജ്യോതിയായിട്ട് ശ്രീപരമേശ്വരൻ കുടികൊള്ളുന്നിടത്ത് സമാധിയാവുന്നതിനിടയിലുള്ള 24 വർഷം മനുഷ്യനാണോ അതോ സാക്ഷാൽ ഈശ്വരാവതാരമാണോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും സംശയം തോന്നും. അതായത് 8 വയസ്സിൽ പുറപ്പെട്ടു പോയിട്ട് 32 വയസ്സിൽ ആചാര്യസ്വാമികളുടെ സമാധിയായി. കേരളം 24 വയസ്സാണ് അദ്ദേഹം ജീവിച്ചത്. പക്ഷെ 240 വർഷം കൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര കാര്യങ്ങളാണ് ചെയ്തത്. ഈ കേരളം മുതൽ ഇന്നിപ്പോ കാശ്മീരിലുള്ള പാക് ഒക്കുപൈഡ് കാശ്മീരിലാണ് നീലം താഴ്വര, നീലം വാലി, അവിടെയാണ് ശാരദാപീഠം, നമ്മൾ സർവജ്ഞപീഠം വിളിക്കുന്ന ശാരദാപീഠം. അതുവരെ കാൽനടയായി ചെന്ന് സർവജ്ഞപീഠത്തിന്റെ ദക്ഷിണദ്വാരം ആദ്യമായി തുറപ്പിച്ചിട്ട് സർവജ്ഞ പദവി നേടുന്നു. അവിടുന്ന് രാജ്യത്തിന്റെ 4 ദിക്കുകളിലേക്കും അക്ഷരാർത്ഥത്തിൽ ദിഗ്വിജയം നടത്തിക്കൊണ്ട് ഈ 4 ദിക്കുകളിലും തന്റെ വരവിന്റെ അടയാളമായി, തന്റെ അറിവിന്റെ വിളംബരമായി 4 മഠങ്ങൾ, 4 വേദങ്ങളുടെ പ്രചാരത്തിനായിട്ട് 4 മഠങ്ങൾ സ്ഥാപിക്കുന്നു. അതിനുശേഷം രാജ്യം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് മഹായാന ബുദ്ധരെ മുതൽ മഹാരാജാക്കന്മാരെ തന്നെ അനുയായികളാക്കി മാറ്റിക്കൊണ്ട് ബുദ്ധമതത്തിന് വലിയ ശക്തിയും പ്രചാരവും ഉണ്ടായിരുന്ന സമയത്ത് ബുദ്ധ ഭിക്ഷുക്കളെ സംവാദത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും സ്വധർമ്മത്തിലേക്ക്, സനാതന ധർമ്മത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. ഇതിനിടയിൽ ആയിരക്കണക്കിന് ശ്ലോകങ്ങൾ, ഷടകങ്ങൾ, അഷ്ടകങ്ങൾ, സൂക്തങ്ങൾ നിർമ്മിക്കുന്നു. ആചാര്യൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താ ഹിന്ദുധർമ്മത്തിൽ പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ജപിക്കുന്ന ആളെയാണ് നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുക. ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത് ഇതിന് ഭാഷ്യം ജപിക്കുന്ന ആളെ നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുക. ശങ്കരനെ നമ്മൾ ശങ്കരാചാര്യൻ എന്ന് വിളിക്കുന്നത് പ്രസ്ഥാനത്രയങ്ങൾക്ക് അദ്ദേഹം അദ്വൈതം കൊണ്ട് ഭാഷ്യം ജപിച്ചുകൊണ്ടാണ്. മാധവനെ നമ്മൾ മാധവാചാര്യൻ എന്ന് വിളിക്കുന്നത് ഇതേ പ്രസ്ഥാനത്രയങ്ങൾക്ക് അദ്ദേഹം ദ്വൈതം കൊണ്ട് ഭാഷ്യം ജപിച്ചുകൊണ്ടാണ്. വല്ലഭനെ നമ്മൾ വല്ലഭാചാര്യൻ എന്ന് വിളിക്കുന്നത് ഈ പ്രസ്ഥാനത്രയങ്ങൾക്ക് അദ്ദേഹം ശുദ്ധാദ്വൈതം കൊണ്ട് ഭാഷ്യം ജപിച്ചുകൊണ്ടാണ്. രാമാനുജനെ നമ്മൾ രാമാനുജാചാര്യൻ എന്ന് വിളിക്കുന്നത് ഇതേ പ്രസ്ഥാനത്രയങ്ങൾക്ക് അദ്ദേഹം വിശേഷാദ്വൈതം കൊണ്ട് ഭാഷ്യം ജപിച്ചുകൊണ്ടാണ്. അപ്പോൾ ശങ്കരൻ പ്രസ്ഥാനത്രയങ്ങൾക്ക്, ബ്രഹ്മസൂത്രത്തിന്, ഭഗവത്ഗീതയ്ക്ക്, 10 ഉപനിഷത്തുകൾക്ക്, ദശോപനിഷത്തുകൾക്കും ഭാഷ്യം ജപിച്ചു. ഇതിന് പുറമെ 100 കണക്കിന് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. നമ്മുടെ കൊല്ലൂർ മൂകാംബിക മുതൽ നമ്മുടെ കേദാർനാഥിലും ബദ്രീനാഥിലുമുള്ള ക്ഷേത്രങ്ങൾ വരെ കേരള തന്ത്രപ്രകാരം, മലയാള തന്ത്രപ്രകാരം അദ്ദേഹം പ്രതിഷ്ഠ നടത്തി. ദശനാമി സമ്പ്രദായം ഈ രാജ്യത്ത് കാണുന്ന മുഴുവൻ സന്യാസ പരമ്പരയും ശങ്കര നിർമ്മിതമാണ്. ഗിരി, പുരി, സരസ്വതി, ഭാരതി, ആനന്ദി, വന എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന 10 സമ്പ്രദായങ്ങളും 10 അഖാരകളും ശങ്കരൻ നിർമ്മിച്ചാണ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട്, ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് 32 വയസ്സായപ്പോൾ അദ്ദേഹം സമാധി പ്രാപിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യനാണോ ഈശ്വരനാണോ നമുക്ക് അത്ഭുതം തോന്നുന്ന ആ പിറവി ഉണ്ടാവുന്നത് ഈ കേരളത്തിൽ നിന്നാണ്. ആ കേരളത്തിന്റെ വൈശേഷ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് ഭാരതത്തിലെ മുഴുവൻ നദികളുടെയും ശക്തി ചൈതന്യങ്ങൾ സമ്മേളിക്കുന്ന ഒരു നദി ഇവിടെ കൂടെ ഒഴുകുന്നുണ്ട്. ആ പുഴയ്ക്ക് ഭാരതപ്പുഴ എന്ന പേര്. ഭാരതത്തിന്റെ മുഴുവൻ പേര്. മഹാഭാരതത്തിന് ജയം എന്ന് പേരുള്ളത്, ജയം എന്ന പേരിൽ ആരംഭിക്കുന്ന ഇതിഹാസം പിന്നീട് മഹാഭാരതമായി മാറുന്നത് ഭാരതത്തിന്റെ മുഴുവൻ ആത്മീയമായിട്ടുള്ള പൈതൃകത്തെയും ജ്ഞാന പാരമ്പര്യത്തെയും ആ കൃതി, ആ ഇതിഹാസ കൃതി ഉൾക്കൊള്ളുന്നത് കൊണ്ടാണെങ്കിൽ ഈ നിളാനദിക്ക് അല്ലെങ്കിൽ ഈ പെരിയാറിന് നമുക്ക് എന്തുകൊണ്ട് ഭാരതപ്പുഴ എന്ന് പേര് വന്നെങ്കിൽ ഭാരതത്തിൽ ഒഴുകുന്ന മുഴുവൻ നദികളുടെയും വൈശിഷ്ട്യങ്ങളെ, അതിന്റെ പുണ്യങ്ങളെ മുഴുവൻ അത് സ്വാംശീകരിച്ച് തന്നോടൊപ്പം ഒഴുക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പണ്ട് പറയാറുണ്ട്, എന്താ പറയാ, ഈ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലും ബംഗാളിലും അതേപോലെ തന്നെ കശ്മീരിലുമാണ് തന്ത്രം ഉദ്ഭവിച്ചത്. വടക്കൻ ഇന്ത്യയിൽ നമ്മൾ ഈ കാണുന്ന സപ്തസിന്ധുവിനുള്ളിൽ കാണുന്ന ആര്യാവർത്തം എന്ന് പറയുന്ന പ്രദേശത്ത് ക്ഷേത്ര തന്ത്രമില്ല. നിങ്ങൾ വടക്കേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് അറിയാം. നമ്മൾ കാണുന്ന ക്ഷേത്രങ്ങളിലുള്ളതുപോലെ തന്ത്രമായിട്ടുള്ള പദ്ധതിയില്ല. അവിടെ ഈ പറയുന്ന എന്താണ് ശുദ്ധി, വൃത്തി തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളില്ല. ശൗചാശൗചങ്ങളുടെ സങ്കല്പമില്ല. അതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു ഭക്തി അവിടെ തോന്നാറില്ല. അവിടുത്തെ ക്ഷേത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിലോ വല്ല കമ്മ്യൂണിറ്റി ഹാളുകളിലോ പോയ പോലെ നിരവധി ബിംബങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചതായി കാണും അല്ലെ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലത്തെ ഒരു ചിട്ട, നിയമം, സമ്പ്രദായം. കാരണം എന്താണെന്ന് വെച്ചാൽ താന്ത്രിക പദ്ധതിയല്ല, വൈദികമായിട്ടുള്ള പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് അവിടെ താന്ത്രിക പദ്ധതി ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്തസിന്ധുക്കൾ ഒഴുകുന്ന ദേശത്തിൻ്റെ ഉള്ളിൽ ഭൂമിക്കാണ് വൈശിഷ്ട്യം.
അവിടെ പ്രതിഷ്ഠയ്ക്ക് ശക്തി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ പ്രതിഷ്ഠ നിൽക്കുന്ന സ്ഥലത്തിനാണ് വിശേഷം, സ്ഥലമാഹാത്മ്യമാണുള്ളത്. അതുകൊണ്ട് പ്രത്യേക ക്രിയാപദ്ധതിയിലൂടെ അതിലേക്ക് ചൈതന്യത്തെ സന്നിവേശിപ്പിക്കേണ്ട ആവശ്യമില്ല. അയോധ്യയിൽ നിൽക്കുന്ന രാംലല്ലയ്ക്ക് ചൈതന്യം ഉണ്ടാവുന്നത് അവിടെ പ്രാണപ്രതിഷ്ഠയിലൂടെ രാംലല്ലയുടെ ചൈതന്യം കൊണ്ടുവന്നതുകൊണ്ടല്ല, അത് നിൽക്കുന്ന ദേശം അയോധ്യ ആയതുകൊണ്ടാണ്. സപ്തമ മോക്ഷപുരികളിൽപ്പെട്ടിട്ടുള്ള അയോധ്യ ആയതുകൊണ്ടാണ്. ദ്വാരകയിൽ വിഗ്രഹത്തിന് വിശേഷമുള്ളത് ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ചുള്ള ചൈതന്യത്തിന്റെ പ്രസംഗം കൊണ്ടല്ല, അത് നിൽക്കുന്ന ദേശം ദ്വാരകയായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ മധുരയിൽ, അല്ലെങ്കിൽ കാശിയിൽ, അല്ലെങ്കിൽ പ്രയാഗിൽ ഒക്കെ ഈ വൈശിഷ്ട്യം എന്താ? കാശിയിലെ വിശേഷം അത് കാശിയാണെന്നുള്ളതാണ്. അവിമുക്തം, ശിവൻ ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് കാശിയെ പറയുന്നത്. കാശിക്ക് വിശേഷമുണ്ട്, രാമേശ്വരത്തിന് വിശേഷമുണ്ട്. പക്ഷെ എന്താണ്, കേരളത്തിൽ നമ്മൾ സ്ഥലമാഹാത്മ്യം കൊണ്ടല്ല, മൂർത്തിയുടെ മഹാത്മ്യം കൊണ്ടാണ് നമ്മൾ ആ സ്ഥലത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഗുരുവായൂരായി നിൽക്കുന്ന ഗുരുവായൂരമ്പലത്തിന്റെ ഭൂമിക്ക് പ്രത്യേകമായിട്ടുള്ള വൈശിഷ്ട്യങ്ങളുള്ളതല്ല. ഗുരുവായൂരിനെ ഗുരുവായൂരാക്കിയത് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമാണ്, അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മൂർത്തിയുടെ ചൈതന്യ. കൊടുങ്ങല്ലൂരാക്കുന്ന ഭൂമിയുടെ വൈശിഷ്ട്യമല്ല, അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മൂർത്തിയുടെ വൈശിഷ്ട്യമാണ്. അപ്പോൾ ഈ പറയുന്ന സപ്തസിന്ധുവിന് ഉള്ളിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ താന്ത്രികമായിട്ടുള്ള പദ്ധതിയിലൂടെ ബാഹ്യമായിട്ട് ചൈതന്യത്തെ സന്നിവേശിപ്പിക്കേണ്ടതില്ല. അത് നിൽക്കുന്ന ഭൂമിക്ക് തന്നെ വൈശിഷ്ട്യമുണ്ടെങ്കിൽ കേരളത്തിനും അതേപോലെ തന്നെ കശ്മീരത്തിനും അതേപോലെ തന്നെ വങ്കനാടിനും ഒക്കെ ഈ സപ്തസിന്ധുവിന് പുറത്തായതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള ഉപാധികളിലൂടെ മന്ത്രസിദ്ധനായിട്ടുള്ള ആചാര്യൻ നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ ആർജിച്ചെടുത്തിട്ടുള്ള ആത്മശക്തിയെ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അതിന് ചൈതന്യം കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇവിടെ നോക്കൂ, ഈ രണ്ട് വൈശിഷ്ട്യങ്ങളും ഒന്നിച്ചു വന്നിരിക്കുകയാണ് ഈ സമയത്ത്. താന്ത്രികമായിട്ടുള്ള ആരാധനയുടെ ഒരു പ്രത്യേക പീഠഭൂമിയിലേക്ക് എന്താണോ ഈ പറയുന്ന വേദഭൂമിയെ വേദഭൂമിയാക്കിയത്, ആ ചൈതന്യം വന്നു ചേരുന്ന സമയമാണിത്. സപ്തനദികളും ഭാരതപ്പുഴയിൽ വന്നു നിൽക്കുന്ന സമയത്ത് തന്ത്രമില്ലെങ്കിൽ പോലും ഈ ഭൂമിക്ക് ചൈതന്യമുണ്ട്. നമ്മൾ നിൽക്കുന്ന ഭൂമി ഒരു ക്ഷേത്രഭൂമിയാണെന്നും ഇവിടെ നമ്മളൊരു കല്ല് വെച്ചാൽ ആ കല്ല് പോലും ഒരു വിഗ്രഹമാണെന്നും അത് അർച്ചകന്റെ പ്രഭാവം കൊണ്ടല്ലാതെ ആ ഭൂമിയുടെ വിശേഷം കൊണ്ടാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വൈദികമായിട്ടുള്ള നദീപുണ്യങ്ങൾ വന്നു ചേരുന്ന സമയത്ത് താന്ത്രികമായിട്ടുള്ള ഉപാധികൾ കൂടി അതിലേക്ക് സന്നിവേശിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് ഏറ്റവും വിശേഷമായിട്ടൊരു പദ്ധതിയായി മാറും. ഇപ്പൊ കുംഭമേളയിലേക്ക് പോകാൻ പറ്റാത്ത ആളുകൾ വിഷമം പറയുന്നു. പല ആളുകളും ആഗ്രഹിച്ച പോലെ പോകാൻ പറ്റില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന സമ്മേളനമാണ്. 40 കോടി ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കുന്നതാണ് കണക്ക്. 60 കോടിക്ക് മേലെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് ഓരോ വർഷവും. മടങ്ങി പോകേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ കുംഭമേളയ്ക്ക് പോവുക. അവിടെ പോയിട്ട് മരിച്ചാലും അത് മോക്ഷമാണെന്നാണ്. ഈ വർഷം തന്നെ 50 ആളുകൾ അവിടെ മരിച്ചു. ഓരോ വർഷവും നടക്കുന്ന ഈ പറയുന്ന സ്റ്റംപീഡുകൾ അത്രയധികം ആൾക്കാർ മരിക്കാറുണ്ട്. കാരണം മനുഷ്യരുടെ ഒരു കടലാണത്. അപ്പുറത്ത് നിൽക്കുന്ന നദിയേക്കാൾ വലിയ നദി മനുഷ്യന്മാർ ഇപ്പുറത്ത് നിർമ്മിച്ചിട്ട് നദിയെ നാണിപ്പിക്കുന്ന ജനക്കൂട്ടമാണ് അവിടെ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എല്ലാവർക്കും പോകാൻ സാധിച്ചോളന്നില്ല. പക്ഷെ നമുക്ക് കുംഭമേളയ്ക്ക് പോയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല. കാരണം ആ കുംഭമേള അക്ഷരാർത്ഥത്തിൽ നമുക്ക് മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ആ സമയത്തിന്റെ വിശേഷത്തെ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ പോലും വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ദുര്യോഗമാണ്. പക്ഷെ ആ ദുര്യോഗത്തിന് എല്ലാ കാലക്കേടുകളും എല്ലാ കാലത്തും നിൽക്കുന്നതല്ലല്ലോ. ഭാഗീരഥി എന്നാണ് നമ്മൾ ഗംഗേനെ പറയുക. ഗംഗ നമുക്കങ്ങനെ സുലഭമായിട്ട് നമ്മുടെ ഒരു അവകാശമായിട്ട് കിട്ടിയതൊന്നുമല്ല. ഒരു മനുഷ്യന്റെ തപസ് കൊണ്ടാണ് ഭൂമിക്ക് ഗംഗയെ കിട്ടിയത്. തന്റെ പൂർവികന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ, അവർക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്യാൻ സാക്ഷാൽ ദേവലോകത്തൊഴുകുന്ന ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഭാഗീരഥൻ എന്ന് പറയുന്ന രാജാവ് തീരുമാനിക്കുകയും അതിനുവേണ്ടി വർഷങ്ങളോളം സാധന നടത്തുകയും ഒടുവിൽ അദ്ദേഹത്തിന്റെ തപസ്സിൽ പ്രീതിപ്പെട്ടിട്ട് സാക്ഷാൽ ഗംഗ ഭൂമിയിലേക്ക് ഒഴുകുകയും ചെയ്തു. ഭൂമിയിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഭൂമി ഒലിച്ചു പോകും. ഗംഗയുടെ പ്രവാഹശക്തിയെ താങ്കളുടെ ശേഷി ഭൂമിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സാക്ഷാൽ മഹാദേവൻ തന്റെ തിരിച്ചട തുറന്നിട്ട് ആ ഗംഗാജലത്തെ തിരിച്ചടയിലേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ നാട്ടിലുണ്ടായിരുന്ന ഈ നദിയുടെ വിശേഷത്തെ, അതിന്റെ മഹാത്മ്യത്തെ നമുക്ക് വെറുതെ കിട്ടിയതല്ല. ഇവിടെ ഒരു മനുഷ്യൻ, ഒരു ഭഗീരഥൻ തന്റെ നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ, സമർപ്പണത്തിലൂടെ, ത്യാഗത്തിലൂടെ, തപസ്സിലൂടെ ആ വിശേഷത്തെ നമ്മുടെ ഇടയിലേക്ക് ഒഴുക്കി കൊണ്ടുവരികയാണ്. അതിനെ ആ ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നമ്മൾ അതിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ചൈതന്യം നമ്മളിലൂടെ ഇവിടേക്കെല്ലാം പ്രവഹിക്കും. അങ്ങനെ ഒരു കാലത്ത് താപസന്നൂര് എന്ന് വിളിച്ചിരുന്ന ഒരു നാട് അല്ലെ, താപസന്മാരും ജീവിച്ചിരുന്ന ഭൂമി അത്ര. തിരുനാവായ എങ്ങനെയാണ് തിരുനാവായ ആയതെന്ന് പറയുമ്പോൾ പണ്ട് പറഞ്ഞിരുന്നൊരു കഥയുണ്ട്. പണ്ട് തിരുനാവായയിൽ ദീപാരാധന നടക്കുന്ന സമയത്ത് മധുരയിൽ നിന്നും അതേപോലെ തന്നെ കുംഭകോണത്തിനും ഒക്കെ ആൾക്കാർ കച്ചവടം ചെയ്യാൻ വേണ്ടി വരും. ഇത്ര പൊരി വിൽക്കാൻ, വള വിൽക്കാൻ, അതേപോലെ കാരണം അത്രയും തിരക്കാണ്. ഈ കുംഭമേളയ്ക്ക് പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസവും ഉത്സവമാണ്. ദീപാരാധന സമയത്ത്, രാവിലത്തെ ശീതളി സമയത്തൊക്കെ ആയിരക്കണക്കിന് ആളാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് ഒരു കടയിട്ട് കഴിഞ്ഞാൽ അത്രയും വലിയ കച്ചവടം നടക്കും. അത്രയും പ്രസിദ്ധമായിരുന്നു ഇത്ര തിരുനാവായ. 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിൽപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്, പാടലിൽപ്പെട്ട സ്ഥലം.
പറയുന്ന വൈഷ്ണവ ആഴ്വാർമാർ പാടി പതിഞ്ഞിട്ടുള്ള 3 ആഴ്വാർമാരുടെ കൃതികളിൽ പരാമർശമുള്ള സ്ഥലമാണ് തിരുനാവായ. അങ്ങനത്തെ സ്ഥലമായതുകൊണ്ട് അത്രയും ആളുകൾ ഒഴുകി എത്തിയിരുന്നു അത്രേ. ഒരിക്കൽ ആചാര്യസ്വാമിയുടെ തിരുനാവായിൽ തൊഴാൻ വേണ്ടി വന്നപ്പോൾ ഒരുപാട് സാളഗ്രാമങ്ങൾ കൊണ്ടുവന്നിട്ടാണ് തിരുനാവായിലെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നേപ്പാളിലെ ഗണ്ഡകി എന്ന് പറഞ്ഞിട്ടുള്ള സാളഗ്രാമങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ നിരവധി സാളഗ്രാമങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇത്ര തിരുനാവായിലെ പ്രതിഷ്ഠ നടത്തുന്നത്. ഇതിൽ ഒരുപാട് സാളഗ്രാമങ്ങൾ അവിടെയൊക്കെ അന്തർധാനം ചെയ്തിട്ടുണ്ട്. ഭൂമിയിൽ പല സ്ഥലത്തായിട്ട് താഴ്ന്നു പോയിട്ടുണ്ട്. ഇത് എവിടെയാണ് സാളഗ്രാമം ഉള്ളതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ ചവിട്ടിയിട്ട് ഒരു വിഷമം വേണ്ടാന്ന് വിചാരിച്ച് ആചാര്യസ്വാമികൾ മുട്ടുകുത്തിയിട്ടാണ് ഇത്ര ക്ഷേത്രത്തിനുള്ളിലേക്ക് വന്നത്. നമ്മള് വളരെ നിർലോഭം യാതൊരു ബഹുമാനമില്ലാണ്ട് ഓടി നടക്കുന്ന സ്ഥലത്തേക്ക് സാക്ഷാൽ ആചാര്യസ്വാമികൾ വന്നപ്പോൾ ഞാനിനി ചവിട്ടിയിട്ട് സാളഗ്രാമത്തിന് ഒരു അപമാനം വരരുതെന്ന് വിചാരിച്ച് മുട്ടുകുത്തി നടന്നു പോയപ്പോൾ പണം കൊണ്ട്, പ്രതാപം കൊണ്ട്, സമൃദ്ധി കൊണ്ട് കണ്ടു മഞ്ഞളിച്ചിട്ടുള്ള തിരുനാവായക്കാര്. കാരണം അത്രയും സമൃദ്ധിയാണ്, പ്രതാപമാണ് തിരുനാവായയിൽ. ആചാര്യസ്വാമികളെ കണ്ടിട്ട് പോലും അവർക്ക് യാതൊരു ബഹുമാനവും തോന്നിയില്ല. ആചാര്യസ്വാമികൾ മുട്ടുകുത്തി വന്നപ്പോൾ ഇതെന്താ പൈക്കുട്ടിയാണോ എന്ന് വിളിച്ച് പരിഹസിച്ചു. അപ്പോൾ ആചാര്യസ്വാമികൾ വന്നപ്പോൾ എന്താ അടുത്ത മഹാലക്ഷ്മി തന്നെയാണ് അവിടെ പ്രതിഷ്ഠ. നവാമുകുന്ദന്റെ ഇടത്ത് ഭാഗത്തായിട്ട് അവിടെ മഹാലക്ഷ്മി ഇരിക്കുക. 2 കയ്യിലും വരമുദ്ര അത്ര. 2 കയ്യിലും വരമുദ്രയായിട്ടിരിക്കുന്ന മഹാലക്ഷ്മി ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ടാണ് തിരുനാവായക്കാർക്ക് ഇത്രയും അഹന്ത. അതുകൊണ്ട് അത്രയും വേണ്ടാണ്ട് ഒരു കൈ താഴ്ത്തി വെച്ചു. ഇപ്പോൾ ഒരു കയ്യിൽ വരമുദ്ര, ഒരു കയ്യിൽ അഭയമുദ്ര. അങ്ങനെയാണ് തിരുനാവായായി പോയതെന്നൊരു കഥയുണ്ട്, പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ അഹന്തകൾ പറയുന്നത് പോലെ തപസ്വികളായിട്ടുള്ള മനുഷ്യരുടെ പ്രയത്നത്തിന് പിന്നിലുള്ള യഥാർത്ഥ മൂല്യത്തെ മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാതെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ സമൃദ്ധിക്കിടയിൽ നിന്നും നമ്മൾ ദുരന്തത്തെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയ പ്രതാപത്തിന്റെ കാലമുണ്ട്. ആ കാലം ഒരുപക്ഷെ തിരുനാവായക്കും തവനൂരിനും ഒക്കെ മടക്കി കിട്ടാനുള്ള വലിയൊരു അവസരമായിട്ടാണ്. ഓരോ ദേശത്തിനും ഒരു നിയോഗമുണ്ടല്ലോ. മനുഷ്യർക്ക് ജാതകം ഉള്ളതുപോലെ ദേശങ്ങൾക്കും ജാതകമുണ്ട്. ക്ഷയത്തിനും സമൃദ്ധിക്കും ഓരോ കാലമുണ്ട്. ഒരു വലിയ അവഗണനയുടെ, വിസ്മൃതിയുടെ, നിരോധാനത്തിന്റെ കാലത്തിന് ശേഷം ഈ ദേശവും ഈ ദേശത്തിന്റെ ദേവതകളും ഏറ്റവും പ്രതാപത്തിലേക്ക്, ഏറ്റവും സമൃദ്ധിയിലേക്ക്, ഏറ്റവും ശ്രദ്ധയിലേക്ക് മടങ്ങി വരുന്നൊരു കാലമാണ്. ആ കാലത്ത് ഇവിടെ സമ്മേളിക്കാൻ സാധിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. ആ യോഗത്തിൽ, ആ സാംസ്കാരിക സമ്മേളനത്തിൽ ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്ന രക്ഷാപുരുഷന്മാരെ നിയമിച്ചിരുന്ന 12 കൊല്ലത്തേക്ക് കേരളത്തിന്റെ കുലശേഖര പെരുമാൾ ആരാവണം എന്ന് നിശ്ചയിച്ചിരുന്ന വലിയ സമ്മേളനം നടന്നിരുന്ന ഒരു ഭൂമിയിൽ ഒരു യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട്, എൻ്റെ വലിയൊരു പുണ്യമായിട്ട് എനിക്ക് ഈശ്വരൻ തന്നൊരു നിയോഗമായി മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ആ യോഗത്തിൽ നിങ്ങൾ എല്ലാവരുടെയും അനുവാദപൂർവ്വം അമ്മയുടെ പാദത്തിങ്കൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തു.